الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തും അവൻ്റെ ദാനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയും യഥാർത്ഥ അള്ളാഹുവിൻ്റെ ദാസന്മാരായി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് അവന് ഒരു വീടുണ്ടാവുക എന്ന കാര്യം. താമസിക്കാനൊരു വീട്, ഒരു പാർപ്പിടം, അത് കിട്ടിയാൽ, അത് തനിക്ക് ലഭിച്ചെങ്കിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹം തനിക്ക് ലഭിച്ചു എന്ന് ഒരു വിശ്വാസിക്ക് ഉറപ്പിക്കാം. ഒരു മഅ്വ, ഒരു സെക്കൻഡ്, ഒരു വാസസ്ഥലം, ഒരു അഭയകേന്ദ്രം ഇല്ലാതെ ധാരാളക്കണക്കിന് ആളുകൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു. അവർ വിരിച്ചു കിടക്കുന്നത് നിലമാണ്, അവർ പുതച്ചു കിടക്കുന്നത് ആകാശമാണ്. മറ്റൊരു സൗകര്യവുമില്ലാതെ ഈ രൂപത്തിൽ തെരുവിൽ കഴിച്ചുകൂട്ടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ആ സ്ഥാനത്ത് ഒരു വീട് ലഭിച്ചു, തൻ്റെ ആവശ്യങ്ങൾക്കുള്ള അത്യാവശ്യമായ സൗകര്യങ്ങളൊക്കെ ആ വീട്ടിലുണ്ട്. അങ്ങനെയുള്ളൊരു വീട്ടിൽ കടന്നു ചെല്ലാനും അവിടെ താമസിക്കാനും അവിടെ വിശ്രമിക്കാനും അവിടെ സമാധാനം കണ്ടെത്താനും ഒരു വിശ്വാസിക്ക് അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാദാ ഫദ്ലുൻ മിൻ അല്ലാഹി വ നിഅമ, ഇത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹവും ഒരു വലിയ സമ്മാനവുമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹലിൻ്റെ 80-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സമാധാനം നൽകിയിരിക്കുന്നു. പുറത്ത് ഒരുപാട് ആലോചനകളും പ്രശ്നങ്ങളും ചിന്തകളും ഇടപാടുകളും അങ്ങനെയുള്ള എല്ലാ തിരക്കുകളിൽ നിന്നും ഒന്ന് റെസ്റ്റ് എടുത്ത് വിശ്രമമെടുത്ത് അവൻ്റെ വീട്ടിൽ കയറിയാൽ അവനവിടെ ഒരു ശാന്തത, സമാധാനം കണ്ടെത്താൻ സാധിക്കും.
വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത്ത, നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ നാക്കാലികളുടെ തൊലികൾ സംസ്കരിച്ചെടുത്ത് അതുകൊണ്ടും നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നു. അഥവാ വലിയ ടെൻറ്റുകളും അതുപോലെ തന്നെ മരുഭൂമിയിലോ വെളിപ്രദേശങ്ങളിലോ ഉണ്ടാക്കുന്ന ചില ഷീറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ തോലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ ടാർപ്പായ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടോ നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നു. തസ്തഖിഫൂനഹ, ആ വീടുകൾ മുത്തനക്കില, അത് മൊബൈൽ വീടുകളാണ്. അഥവാ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അവിടുന്ന് പറിച്ച് മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾക്കിത് സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ സ്ഥിരമായി സ്ഥിരതാമസത്തിന് നിങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത വീടുകളും, അതേ പ്രകാരം തന്നെ നിങ്ങളുടെ യാത്രാവേളകളിൽ ചെല്ലുന്നിടത്ത് വെച്ച് ഉണ്ടാക്കാനും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ പറിച്ച് കൂടെ കൊണ്ടുപോകാനും സാധിക്കുന്ന വീടുകൾ, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുന്നത്, ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യൗമ ലഅനിക്കും വയൗമ ഇഖാമത്തിക്കും, നിങ്ങൾ യാത്ര പോകുമ്പോൾ ഉപയോഗിക്കുന്ന വീടുകൾ, അതുപോലെ നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വീടുകൾ. ഇതുപോലെ അള്ളാഹു പോറ്റി വളർത്താൻ നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ ആടുകൾ, മാടുകൾ, അതുപോലെ തന്നെ ഒട്ടകം പോലെയുള്ള മൃഗങ്ങളുടെ അസ്വാഫിഹ വ ഔബാരിഹ വ അഷ്ആരിഹ, വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളുടെ രോമങ്ങളെയാണ് അള്ളാഹു ഇവിടെ 3 തരമായി തിരിച്ചിട്ടുള്ളത്. ആടുകളുടെ രോമം, ഒട്ടകത്തിൻ്റെ രോമം, അതുപോലെ തന്നെ ചെമ്മരിയാടിൻ്റെ രോമം. അസാസൻ ആ രോമങ്ങളെല്ലാം സംസ്കരിച്ചെടുത്ത് അത് നെയ്തുണ്ടാക്കി അതിന് പ്രത്യേകമായ സംസ്കരണ മുറകളിലൂടെ അതുകൊണ്ട് നിങ്ങൾ വിരിപ്പുകളായും അതുപോലെ പുതപ്പുകളായും അതുപോലെ ടെൻറ്റുകളായും ഒക്കെ നിങ്ങൾ ആ രോമം കൊണ്ട് പല രൂപത്തിലുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നു. ഒമതാൻ ഇലാഹിൻ, നിങ്ങൾക്ക് ഒരു പ്രത്യേക കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല വിഭവങ്ങളും ആ തോലുകൾ കൊണ്ടും ആ രോമങ്ങൾ കൊണ്ടും നിങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു തന്നിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തിൽ നിന്ന് തടയപ്പെട്ട ഒരുപാട് ആളുകളുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഫലസ്തീൻ ജനതയുടെ പ്രശ്നം എന്താണ്? എത്രയോ കാലങ്ങളായി അവർ ഉണ്ടാക്കി താമസിച്ചു വരുന്ന അവരുടെ വീടുകളും അവരുടെ കോളനികളും അവരുടെ വാസസ്ഥലങ്ങളും അവിടുന്ന് അവരെ ആട്ടിപ്പറഞ്ഞയച്ചിരിക്കുകയാണ്. 1000 ലക്ഷക്കണക്കിന് ആളുകൾ വീടുകളില്ലാതെ താൽക്കാലികമായി സ്ഥാപിക്കപ്പെട്ട എല്ലാ അസൗകര്യങ്ങളോടും കൂടി സ്ഥാപിക്കപ്പെട്ട ടെൻറ്റുകളിൽ അഭയാർത്ഥികളായി കഴിയുകയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും വീടുകൾ നഷ്ടപ്പെട്ടവരും കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടവരുമായ അനേകായിരം നിർഭാഗ്യവാന്മാരായ ആളുകൾ പലയിടത്തും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി അഭയ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അവിടെയാണ് നമ്മളൊന്ന് താരതമ്യം ചെയ്യേണ്ടത്. നമുക്ക് വീടുണ്ട്, ആ വീട്ടിൽ നമുക്ക് ആവശ്യമായ ഉപയോഗിക്കുവാനുള്ള 1-ാം തരം ഫർണിച്ചറുകളുണ്ട്, പാത്രങ്ങളുണ്ട്, അതുപോലെ എല്ലാ നിലക്കും നമുക്ക് സുഖകരമായി കിടന്നുറങ്ങാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ കിടപ്പാടങ്ങളില്ലാത്ത, പാർപ്പിട സൗകര്യങ്ങളില്ലാത്ത ആ ആളുകളുടെ ജീവിതം ഒന്ന് അവർ എന്നും ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, എല്ലാ ദിവസവും കാന ഇദാ ആവാ ഇലാ ഫിറാശിഹി, കിടക്കുന്ന വിരിപ്പ്, കിടക്കുന്ന പായ അല്ലെങ്കിൽ കിടക്കുന്ന കട്ടിൽ, അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടിയാൽ ഈ ദുആ, ഈ ദിക്ർ നബി പറയും, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാന, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാന. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ആ അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം തന്നത്, നമുക്ക് വെള്ളം തന്നത്, കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ആഹാരവും തന്ന പടച്ചവന് സർവസ്തുതിയും. വഖഫാന വ ആവാന, നമുക്ക് കാവൽ തങ്ങി നൽകി, നമുക്ക് താമസിക്കാൻ വീട് നൽകി. അങ്ങനെ നമുക്ക് ചെന്ന് അഭയം തേടാനും നമുക്ക് സംരക്ഷണമേകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള അനുഗ്രഹം ചെയ്തു. വകം മിമ്മൻ ലാ കാഫിയ ലനാ വലാ മഅ്വാ, നമ്മുടെ കൂട്ടത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാത്ത, താമസിക്കാൻ വീടില്ലാത്ത എത്ര ആളുകളുണ്ട് എന്ന് നബി അനുസ്മരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമന വസഖാന വകഫാന വആവാന വകം മിന്നാ ലാ കാഫിയ ലനാ വലാ മഅ്വാ. ഈ ദിക്റുകൾ എല്ലാ ദിവസവും ഓർക്കണം,
നമ്മൾ സുഖമായി കിടന്നുറങ്ങാൻ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ഒരു ദിക്റാണ് എന്ന് ഇവിടെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന മുസ്ലിം ഉദ്ധരിച്ച സഹീഹ് ഹദീസിൽ കാണാം. അതുപോലെ നാഫി ബിൻ അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമിന് അള്ളാഹ് ചെയ്ത ഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. സആദത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യം, സൗഭാഗ്യം, അതിൽപ്പെട്ടതാണ് അൽ മസ്കനുൽ വാസി, അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന വിശാലമായൊരു വീട്. വൽ ജാറു സാലിഹ്, അതേ പ്രകാരം തന്നെ തൊട്ട അയൽവക്കം നല്ല അയൽവക്കമാവുക. ഒന്ന് സമാധാനത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു വിസ്താരമുള്ള വീട്, മറ്റൊന്ന് തനിക്ക് സമാധാനം നൽകുന്ന അത്യാവശ്യ കാര്യങ്ങളിൽ തനിക്ക് അവലംബിക്കാൻ പറ്റുന്ന നല്ലൊരു അയൽക്കാരൻ. അതുപോലെ തന്നെ വൽ മർക്കബുൽ ഹനീ, നമുക്ക് ഏത് സമയത്തും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം അത് ഹനി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഇറങ്ങിയിരിക്കുമ്പോഴേക്ക് സ്റ്റാർട്ടാകാതിരിക്കുക. അതല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ തെളിച്ചാൽ ആ വഴിക്ക് എതിർ ദിശയിലേക്ക് നടക്കുക. ഇങ്ങനെ മോട്ട് കാണിക്കുന്ന മൃഗങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ രൂപമനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കാത്ത വാഹനങ്ങളോ ഒക്കെ ആയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സുഗമമായ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ, ഈ 3 അനുഗ്രഹങ്ങൾ, ഒന്ന് സമാധാനത്തിൻ്റെ വിശാലമായ ഒരു വീട്, മറ്റൊന്ന് നമുക്ക് സമാധാനം നൽകുന്ന മര്യാദക്കാരനായ ഒരു അയൽവാസി, മൂന്നാമത്തേത് നമുക്ക് സൗകര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളില്ലാത്ത ഒരു വാഹനം. ഈ 3 കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യന് ഈ ലോകത്തിൻ്റെ വലിയ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ സമാധാനപരമായ ജീവിതവും നല്ല വാഹനവും നല്ല അയൽവാസിയുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് അനുസ്മരിക്കേണ്ട, അള്ളാഹുവിന് നന്ദി പറയേണ്ട അനുഗ്രഹങ്ങളാണെന്നർത്ഥം. അതേ പ്രകാരം തന്നെ ഈ നമ്മുടെ വീടുകൾ അതെന്തായിരിക്കണം എന്നതിനും ഇസ്ലാം ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകൾ അതിൽ എപ്പോഴും അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന ദിക്റുകൾ പറയുന്ന ഒരിടമായിരിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ടുള്ള ദിക്റുകളും അതുപോലെയുള്ള അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന കീർത്തനങ്ങളും കൊണ്ട് അവിടെ എപ്പോഴും എല്ലാ സമയങ്ങളിലും എന്നല്ല പറയുന്നത്, എന്നാലും അവിടെ ആ വീട്ടിൽ താമസിക്കുന്നവൻ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിലൊരുപാട് ഖൈറുകളും ബർക്കത്തുകളും നമുക്ക് ലഭിക്കാനുണ്ട്. അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മസലുൽ ബൈത്തില്ലദി യുദ്കറു ഫീഹില്ലാ യുദ്കറുല്ലാഹു ഫീഹി, അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കപ്പെടുന്ന വീടും, വൽ ബൈത്തില്ലദി ലാ യുദ്കറു ഫീഹി ലാ യുദ്കറുല്ലാഹു ഫീഹി ലാ യുദ്കറുല്ലാഹു ഫീഹി, അള്ളാഹു അനുസ്മരിക്കപ്പെടാത്ത, പടച്ചവൻ്റെ പേരിനെ പറയാത്ത വീടും പടച്ചവൻ്റെ പേര് പരാമർശിക്കപ്പെടുന്ന വീടും ഏതുപോലെയാണ്? മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ അനുസ്മരിക്കപ്പെടുന്ന വീടുകൾ ഹയ്യാണ്, ജീവനുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കപ്പെടാത്ത പല കളികളിലും തമാശകളിലും വിഹരിച്ചുകൊണ്ട് പടച്ചവനെ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന വീടുകൾ മയ്യിത്താണ്, മരണപ്പെട്ട വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സഹീഹ് ഹദീസാണ്. അതുപോലെ തന്നെ വീടുകളിലേക്ക് ബർക്കത്ത് കൊണ്ടുവരാൻ അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? ദിക്റുല്ലാഹി ഇൻദ ദുഖൂലിൽ ബൈത്ത് വ ഇൻദ തആം. അതായത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ പടച്ചവൻ്റെ നാമം പറഞ്ഞുകൊണ്ട്, ദിക്ർ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം. അതേ പ്രകാരം തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണം. വീട്ടിലേക്ക് കയറുമ്പോഴും അള്ളാഹിനെ ഓർമ്മ വേണം, ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ഓർമ്മ വേണം. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, ഇദാ ദഖല റജുലു ബൈതഹു, ഒരാൾ അയാളുടെ വീട്ടിലേക്ക് കടന്നു, എന്നിട്ടോ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീട്ടിലേക്ക് കടന്നു. അങ്ങനെയാണെങ്കിൽ വഇൻദ തആമിഹി, അതുപോലെ ഭക്ഷണം കഴിക്കാനിരുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഈ 2 സംഗതികളും അയാൾ ചെയ്താൽ ഖാല ശൈത്താനു, ശൈത്താൻ പറയും, ലാ മബീത്തലക്കും വല അശ, അവൻ്റെ കൂട്ടുകാരെല്ലാം വന്നിരിക്കുകയാണ് വീട്ടിൽ, ശൈത്താനും ശൈത്താനിൻ്റെ പരിവാരങ്ങളും കാത്തിരിക്കുകയാണ്. ബിസ്മില്ലാതെ വീട്ടിൽ കടന്നാൽ, അതുപോലെ തന്നെ
ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ആ പിശാച് അവൻ്റെ അനുയായികളോട് പറയും, ഇന്ന് നമുക്കിവിടെ താമസിക്കാം, കാരണം ഇവിടെ നമുക്ക് മബീത്ത്, ഇവിടെ താമസിക്കാം, അതുപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമുണ്ട്. എന്നാൽ വീട്ടുകാരൻ വീട്ടിലേക്ക് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറുകയും ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുകയും ചെയ്താൽ പിശാച് പറയും, ഇന്ന് എന്തില്ല, നമുക്ക് ഇന്നിവിടെ ലാ മബീത്തലക്കും വല അശാ, ഇന്ന് നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള വീടുമില്ല, ഇന്ന് നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരവുമില്ല, നിരാശരായി അവർ മടങ്ങിപ്പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാലം യദ്കുരില്ലാഹ ഇൻദ തആമിഹി, പിശാചിന് അവൻ്റെ അനുയായികൾക്ക് എന്താണ് വലിയ സന്തോഷത്തോടു കൂടി അവരെ വിളിച്ചു വരുത്തി നമ്മുടെ വീട്ടിൽ അവർ വന്ന് താമസിക്കും. എപ്പോൾ ബിസ്മി പറയാതെ നമ്മൾ വീട്ടിലേക്ക് കയറിയാൽ, അതുപോലെ ബിസ്മി പറയാതെ തിരക്കിട്ട് നമ്മൾ ആഹാരം വലിച്ച് തിന്നാൽ അവിടെയൊക്കെ പ്രശ്നം വരുന്നത് ഈ പറഞ്ഞ അപകടമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കണം എന്ന് പ്രത്യേകം അകത്തേക്ക് കയറുമ്പോഴും അതുപോലെ ആഹാരം കഴിക്കുമ്പോഴും അള്ളാഹുവിന് ഓർമ്മ വേണം. മാത്രമല്ല വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ആ വീട്ടുകാർക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറണം. ഖിറാഅത്തുസ്സലാം, സലാം പറയുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൻ നൂർ, അതിൽ പറയുന്നു, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ തയ്യിബ. നിങ്ങൾ വീട്ടിലേക്ക് കടന്നാൽ ഒരു അഭിവാദ്യം എന്ന നിലയ്ക്ക് നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അത് നിങ്ങൾക്കും ആ വീട്ടിലുള്ള ആളുകൾക്കുമുള്ള അഭിവാദ്യമാണ്, അത് പറയണം എന്ന് ഖുർആൻ്റെ നിർദ്ദേശമാണ്. സൂറത്തുൻ നൂറിൻ്റെ 61-ാമത്തെ വചനം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂ മാലിക് അൽ അശ്ശരി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുകയാണ്, ഇദാ വലജർ റജുലു ബൈതഹു, ഒരാൾ വീട്ടിൽ കടന്നാൽ, വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജ് വ ഖൈറൽ മഖ്റജ്, ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന സുമ്മ ലയുസല്ലിം അലാ അഹ്ലിഹി. ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറയണം, പടച്ചവനെ, ഞാൻ നിന്നോട് നല്ല പ്രവേശനം ചോദിക്കുന്നു, നല്ല പുറപ്പെടൽ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകൽ, അതും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവെ, നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നത്, നിൻ്റെ നാമം കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. വഅലല്ലാഹി റബ്ബിന തവക്കൽന, ഞങ്ങളുടെ നാഥനായ അള്ളാഹുവിൽ ഞങ്ങൾ സർവസ്വവും അർപ്പിച്ചിരിക്കുന്നു. പിന്നെ നബി പറയാണ്, സുമ്മ ലയുസല്ലിം അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് അവൻ സലാം പറയണം. അപ്പോൾ അതേ പ്രകാരം തന്നെ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സഹോദരന്മാർ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു മര്യാദയാണ് ഖിറാഅത്തുൽ ഖുർആൻ. ആ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതണം. കുട്ടികളെ അത് ശീലിപ്പിക്കണം, സ്ത്രീകളത് ചെയ്യണം. പുരുഷന്മാരാണെങ്കിൽ അവർക്കും കിട്ടാവുന്ന സന്ദർഭങ്ങളിൽ കുറച്ച് പോർഷനെങ്കിലും ആ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തജ്അലു ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ഖബർസ്ഥാനാകരുത്. ഖബർസ്ഥാനിൽ ഖുർആൻ പാരായണമില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളാക്കി നിങ്ങൾ വീടുകളെ മാറ്റരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, ഏതൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നുവോ അവിടുന്ന് പിശാച് ഓടിപ്പോകും. ആ വീട്ടിൻ്റെ പരിസരത്ത് പോലും ഉണ്ടാവില്ല. അത്രമാത്രം പിശാചിനെ വിരട്ടിക്കളയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. അതുകൊണ്ട് വീടുകളിൽ വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് അങ്ങനെ അഥവാ മുഴുവൻ ബഖറയും ഓതാൻ കഴിയില്ലെങ്കിൽ അതിൽ 2 ആയത്തുകളുണ്ട്. അവസാനം പറഞ്ഞ 2 ആയത്തുകൾ, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബി അൽഫി ആം, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഒരു ഗ്രന്ഥം രചിച്ചു, അഥവാ ലൗഹുൽ മഹ്ഫൂദ്. എന്നിട്ട് ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അൻസല മിൻഹു ആയത്തൈൻ, അതിൽ നിന്ന് 2 ആയത്ത്, 2 സുക്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഖതമ ബിഹ സൂറത്തുൽ ബഖറ, ആ 2 ആയത്തുകൾ കൊണ്ടാണ് അൽ ബഖറ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത്. വലാ യുഖ്റആനി ഫി ദാരിൻ സലാസ ലയാലിൻ, 3 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ആ 2 ആയത്തുകൾ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ ഫയഖ്റബുഹ ഷൈത്താനുൻ, ആ വീടിനോട് ഷൈത്താൻ അടുക്കലും ഈ ഖുർആൻ ഓതൽ രണ്ടുകൂടി നടക്കില്ല. അഥവാ ഈ 2 വചനങ്ങൾ അവന് എല്ലാ സംരക്ഷണവും നൽകുന്ന ഈ 2 വചനങ്ങൾ
അവൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് പിന്നെ പിശാച് അടുക്കുകയില്ല എന്ന് തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ബർക്കത്ത് കിട്ടുന്ന മറ്റ് കാര്യങ്ങളിൽപ്പെട്ടതാണ് അൽ-ഇക്സാറു മിൻ സലാത്തിൻ നാഫില, സുന്നത്ത് നമസ്കാരങ്ങൾ. ഇപ്പോൾ ഫർദ് നമസ്കാരത്തിന് നമുക്ക് പള്ളിയുണ്ട്, അതുപോലെ എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയേക്കാൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് ഏറ്റവും പുണ്യകരം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖളാ അഹദുക്കും അസ്സലാത്ത ഫി മസ്ജിദിഹി, അവൻ്റെ പള്ളിയിൽ വെച്ച് അവൻ്റെ ഫർദ് നമസ്കാരം അവൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൽയജ്അൽ ലി ബൈതിഹി നസീബൻ മിൻ സലാത്തിഹി, അവൻ്റെ സുന്നത്ത് നമസ്കാരങ്ങളിൽ നിന്നൊരു ഓഹരി അവൻ്റെ വീട്ടിലേക്ക് മാറ്റിവെക്കണം. അപ്പോൾ ഇന്നല്ലാഹ ജാഇലുൻ ഫി ബൈതിഹി മിൻ സലാത്തിഹി ഖൈറ, ആ വീട്ടിൽ വെച്ച് അവൻ സുന്നത്ത് നമസ്കരിച്ചാൽ ഒരുപാട് നന്മകൾ അള്ളാഹു ആ വീട്ടിൽ നൽകും. ഇതും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മാത്രമല്ല സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ യതലാഅഫ്, അതിൻ്റെ കൂലി എത്രയോ വർദ്ധിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഷൈബ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, തതവ്വു റജുലി ഫി ബൈതിഹി യസീദു അലാ തതവ്വുഇഹി ഇൻദന്നാസ്, ജനങ്ങൾക്കിടയിൽ പള്ളികൾ പോലെയുള്ള പരസ്യ സ്ഥലങ്ങളിൽ സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫضല് ഇതുപോലെയാണ്. ഫضലി സലാത്തി റജുലി ഫിൽ ജമാഅ അലാ സലാത്തിഹി വഹ്ദഹു, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ എത്ര കൂലി കിട്ടും, അതേ പ്രകാരമാണ് നിങ്ങൾ ജനക്കൂട്ടത്തിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാലുള്ള പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരന്മാരെ, ഇതൊക്കെ ചില ആദാബുകളാണ്, ചില ആദാബുൽ ബുയൂത്ത്, നമ്മുടെ വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ, ആ വീടിൽ നമുക്ക് അനുഗ്രഹവും സമാധാനവും ഉണ്ടാകുന്ന മാർഗ്ഗങ്ങൾ. അതുകൊണ്ട് അതെല്ലാം ഫോളോ ചെയ്യണം, അതെല്ലാം ഇത്തിബാ ചെയ്യണം. അതിന് അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വീടുകൾ, ആ വീടുകൾ നമുക്ക് ഫിത്നകളിൽ നിന്ന് അഭയമാണ്. പുറമേ നാടിൻ്റെ നടുക്ക് നടക്കുന്ന ഒരുപാട് അന്തസ്സില്ലാത്ത പ്രവർത്തനങ്ങൾ, അന്തസ്സില്ലാത്ത സംസാരങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാതെ നമുക്ക് അഭയം തേടാവുന്ന ഒരു കേന്ദ്രമാണ് വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, ഒരാൾ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ നജാത്ത്, എന്താണ് രക്ഷ, എന്താണ് ആത്മരക്ഷ, അൻ നജാത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംലിക് അലൈക ലിസാനക്, നിനക്ക് ആത്മരക്ഷ ഉണ്ടാവണോ, നാവ് സൂക്ഷിച്ചോ, നാവ് നിയന്ത്രിച്ചോ. വൽ യസഅക ബൈതുക, നിനക്ക് താമസിക്കാനും സമാധാനപ്പെടാനും നിൻ്റെ വീട്. ചില ആൾക്കാർ വീട്ടിലേക്ക് വരുന്നല്ല, വല്ലപ്പോഴും വന്നാൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവിടെ കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കുടുംബനാഥൻ അയാൾക്ക് പുറത്താണ് ഇഷ്ടം, വീടല്ല ഇഷ്ടം. സഹോദരന്മാർ, ഇത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ യസഅക ബൈതുക, നിനക്ക് നിൻ്റെ വീട് വിശാലമാകട്ടെ. മൂന്നാമത്തെ കാര്യം, വബുക്കി അലാ ഖതീഅതിക, നീ ചെയ്ത കുറ്റങ്ങളിൽ നീ കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുക പടച്ചവനോട്. ഈ മൂന്ന് കാര്യങ്ങൾ, അതാണ് നിൻ്റെ നജാത്ത് എന്ന് ഉഖബത്ത് ബിൻ ആമിറിൻ്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ കുല്ലുഹും ലാമിനുൻ അലല്ലാഹ്, മൂന്ന് ആളുകൾ അവർ അള്ളാഹിൻ്റെ ജാമ്യത്തിലാണ്. അള്ളാഹിൻ്റെ ജാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. മൂന്നാളുകൾ. ഒരാളാരാണ്? റജുലുൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നിട്ടോ ആ യുദ്ധത്തിന് പുറപ്പെട്ട മനുഷ്യൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹി വ ളാമിനുൻ അലല്ലാഹി ഹത്താ യതവഫാഹു ഫയദ്ഖുലുൽ ജന്ന, ആ യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അവന് സ്വർഗം ഉറപ്പാണ്, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഔ യർദുഹു ബിമാ നാല മിൻ അജ്രിൻ, എന്നാൽ സുരക്ഷിതമായി യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ അവൻ ഒരുപാട് കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഗനീമത്തിൻ, യുദ്ധത്തിൽ കിട്ടിയ സമ്പാദ്യ മുതലുമുണ്ടാകും. അപ്പോൾ രണ്ട് വിധത്തിലാണെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. രണ്ടാമത്തെ ആൾ റജുലുൻ റാഹ ഇലൽ മസ്ജിദി വഹുവ ളാമിൻ അലല്ലാഹി ഹത്താ യതവഫാഹു ഫയദ്ഖുലുൽ ജന്ന ഔ യർദുഹു ബിമാ നാല മിൻ അജ്രിൻ വ ഗനീമത്തിൻ,
ഒരാൾ പള്ളിയിലേക്ക് പോകുന്നു. ആ പള്ളിയിലാൾ പോകുന്നിടത്തോളം, ആരാധനയ്ക്ക് വേണ്ടി പള്ളിയെ തേടി പോകുന്നിടത്തോളം കാലം അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അവൻ ഒന്നുകിൽ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ അവരുടെ മരണം സംഭവിച്ചാൽ രണ്ടായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗം നിശ്ചയിക്കുന്നു. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ ദഖല ബൈതുഹു ബിസലാം, ഒരാൾ സമാധാനത്തോടുകൂടി സലാം പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. വഹു ളാമിനുൻ അലല്ലാഹി അസ്സ വജല്ല, അവൻ അള്ളാഹുവിൻ്റെ ജാമ്യത്തിലാണ്. ഒരാൾ അവൻ്റെ വീട്ടിലെത്തിയാൽ അവനെ സംരക്ഷിക്കുന്ന കാര്യം, അവന് പ്രതിഫലം നൽകുന്ന കാര്യം, അങ്ങനെ സമാധാനത്തോടുകൂടി ദിക്റോടുകൂടി വീട്ടിലേക്ക് കടന്നാൽ അവനും അള്ളാഹുവിൻ്റെ ജാമ്യത്തിലാണ്. സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം പാഠമായ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, സലാമത്തുർ റജുലി ഫിൽ ഫിത്ന അൻ യൽസമ ബൈതഹു, നാട്ടിൽ കുഴപ്പങ്ങൾ നടക്കുമ്പോൾ ഒരു മുസ്ലിമിന് നല്ലത് അവൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കലാണ്, കുഴപ്പത്തിൽ ചെന്ന് ചാടലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ വീട്ട് എന്ന് പറയുന്നത് ഒരു ഭൗതികമായ ഒരു വസ്തുവാണ്. ആ വീട് എല്ലാവർക്കും ആവശ്യമാണ്. വീട്ടിൻ്റെ അകത്ത് ഒരു ധാർമ്മികമായ ഒരു വീട് വേറെയുണ്ട്. വീട്ടിൻ്റെ അകത്തൊരു വീടുണ്ട്. ആ വീടാണ് നമ്മുടെ ഭാര്യമാർ എന്ന് പറയുന്നത്. വീടർ എന്ന് പറയില്ലേ, ആ വീടർ ഭാര്യമാരാണ്. അതുകൊണ്ട് അത് ഹിസ്സിയായ, മാനവിയായ, മനുഷ്യൻ്റെ ആത്മീയമായി അവന് സമാധാനം നൽകുന്നൊരു വീടാണ്. അവിടെ സമാധാനം ഉണ്ടാകണം. മിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നല്ല ഇണകളെ അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്ന കാര്യം. ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തും റഹ്മ, നിങ്ങൾക്കിടയിൽ സന്തോഷവും സ്നേഹവും കാരുണ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ വീട് മാത്രം പോരാ, വീട്ടിൻ്റെ അകത്തുള്ള വീടരും നമുക്ക് സമാധാനമായിരിക്കണം. അതിൽ രണ്ട് വിഭാഗം, ഒരു ഉഭയ കൈമാറ്റങ്ങളാണ്. സ്നേഹം കൊടുക്കുകയും സ്നേഹം വാങ്ങുകയും ചെയ്യണം. അങ്ങനെയുള്ള സമാധാനപരമായ ഒരു വീട്, അത് നമ്മുടെ വീടെല്ലാം അങ്ങനെയുള്ള നല്ല സമാധാനപരമായ വീടാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ വീട്ടിൽ സന്തോഷം കളിയാടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد.